CPI സംഘടിപ്പിച്ചിരിക്കുന്ന ഓഫീസ് പ്രതിഷേധ മാർച്ചാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിത്താരയിലൂടെ കടന്നുവരികയാണ്. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാവ്യവൽക്കരണ വിദ്യാഭ്യാസ നയം അതേപോലെ നടപ്പാക്കുവാൻ അച്ചാരം മേടിച്ചിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ നയങ്ങളിൽ ചെറുപ്പക്കാരെ വളരെ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനമുറകൾ പോലീസ് അഴിച്ചുവിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനെതിരെയുള്ള ശക്തമായ സമരം കൂടിയാണ് PM സ്വത്രി പദ്ധതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPI ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇതുപോലുള്ള സമരവുമായിട്ട് ഇറങ്ങി. CPIയുടെ പൂഞ്ഞാർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ധർണയും സമരമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഈ കേരള സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി RSSനെ അടിയറ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ള നിലയിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുക എന്നാണ് പ്രതിരോധിക്കുകയാണ് CPI സംസ്ഥാന കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 5 കൊല്ലം LDF ഭരണകാലത്തും PM ശ്രീ പദ്ധതി ആലോചന നടന്നപ്പോൾ തന്നെയും, അല്ലെങ്കിൽ അതിനുവേണ്ടി PMC പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴും, ഇടതുപക്ഷത്തിൽ ഇരിക്കുമ്പോഴും LDF സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ടും അതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നിൽ തന്നെ നിന്ന ഒരു പാർട്ടിയാണ് CPI എന്നുള്ളത്. ഏതാനും ദിവസങ്ങളെന്ന് പറയാം അത്രയായിട്ടുള്ള കേരളത്തിലൊരു UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട്. അധികാരത്തിൽ വരുമ്പോൾ ഭയങ്കരമായ വാഗ്ദാനങ്ങളും പ്രചരണങ്ങളും ഒക്കെ കൊട്ടിഘോഷിച്ച് നടത്തിക്കൊണ്ടാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ കയറുന്നത്. നമുക്കത് ജനാധിപത്യപരമായ ഒരു വിധിയെഴുത്ത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു, ഒരു സംശയവും വേണ്ട. പക്ഷെ അവർ അന്ന് ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഇതിനു മുൻപും പറഞ്ഞ ഒട്ടേറെ വിഷയങ്ങളുണ്ട് ജനങ്ങളോട്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഇരുന്നപ്പോൾ PM ശ്രീ നടപ്പിലാക്കണമെന്ന ഉദ്യോഗസ്ഥരോട് ഒപ്പിട്ടു എന്ന് പറഞ്ഞ് ഒരു നിലപാട് കേരളത്തിലുണ്ടായി. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടാണ് വർഗീയ ശക്തികളോട് ഒരിക്കലും അടിയറവ് പറയാൻ പാടില്ല. രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്ന നിലപാട് ഒരിക്കലും രാജ്യത്ത് അനുവർത്തിക്കാൻ പാടില്ല. രാജ്യത്തിന്റെ ഭരണഘടനയും രാജ്യത്തിന്റെ ജനാധിപത്യ നിലപാടുകളും രാജ്യത്തെ ജനങ്ങളുടെ മതനിരപേക്ഷ നിലപാടുകളും ഒക്കെ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പാർട്ടിയാണ് CPI. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രധാന മുഖ്യ കക്ഷിയായിരുന്നു CPI. പക്ഷേ PMC പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിനോട് ശക്തമായ വിയോജിപ്പ് പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ തന്നെ ഉണ്ടായി. CPI ശക്തമായ നിലപാട് സ്വീകരിച്ചു. ആ ഒപ്പിട്ട കരാർ, ആ ഏർപ്പാട് അവിടെ മരവിപ്പിച്ചുകൊണ്ട് തിരിച്ച് LDF ഗവൺമെന്റിനെ കൊണ്ട് മരവിപ്പിച്ചു എന്ന കത്ത് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കാൻ ഇടം വരുത്തി CPIയുടെ ശക്തമായ നിലപാടാണ്. കേരളം മുഴുവൻ കണ്ടതാ, ഒരു സംശയവും വേണ്ട. അപ്പോ VD സതീശൻ എന്താ പറഞ്ഞത്? PMC പദ്ധതി കേരളത്തിൽ ഒരിക്കലും നടപ്പിലാക്കത്തില്ല, ഞങ്ങൾ അധികാരത്തിൽ വരും, ഞങ്ങളത് വലിച്ചു കീറി ചവറ്റുകൊട്ടലിടും. പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി വേന്ദ്രൻ പറഞ്ഞ എന്താ? ഈ കരാർ അറബിക്കടലിലായിരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള സ്ഥിതി എന്താ? കേന്ദ്രത്തിൽ ചെന്ന് പൂച്ചണ്ടൊക്കെ കൊടുത്ത് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും കണ്ട് കെട്ടിപ്പിടിച്ച് VD സതീശൻ തിരിച്ചു വന്നു. എന്താ ഏർപ്പാട്? ഡീൽ അസലായി ഉറപ്പിച്ചു. BJPയോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, കാശ് കിട്ടിയാൽ മതി, എന്തും ചെയ്യാം എന്ന തരത്തിലേക്ക് VD സതീശൻ പോയി. അതല്ല സത്യം, മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തല്ലേ. ഇപ്പൊ ഇതിനിടയ്ക്ക് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കണം എന്ന തരത്തിലേക്ക് അവർ നീക്കം നടത്തി. ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ലേ കേരളത്തിൽ? ആദ്യത്തെ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ എന്താ പറയാ? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റാണോ? രാജ്യത്ത് തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുള്ള CPI ഉൾപ്പെടെ. കാരണം പുത്തൻ സാമ്പത്തിക നയങ്ങളും സ്വകാര്യവൽക്കരണത്തിലെ അതൊക്കെ മാറ്റിവെച്ച് ഈ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി
ശക്തമായ നീക്കം ഞങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ച തന്റേടിയായ ജനവിരുദ്ധര് മുഖ്യമന്ത്രിയല്ലേ ഈ വി ഡി സതീശൻ.